നമസ്കാരം കൂട്ടുകാരെ, 2024 പുറത്തിറങ്ങിയ അതിഗംഭീര ബ്ലാക്ക് കോമഡി ആക്ഷൻ ത്രില്ലർ ഫിലിം റൈഫിൾ ക്ലബ് ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത് സിനിമാറ്റോഗ്രാഫി നിർവഹിച്ച് ശ്യാം പുഷ്കരനും ദിലീഷ് കരുണാകരനും സുഹാസും ഒന്നിച്ചെഴുതിയ ചലച്ചിത്രം വരത്തൻ സിനിമയുടെ കാറ്റഗറിയിലൊക്കെ പെടുത്താവുന്ന രസകരമായ ഒരു ചലച്ചിത്രമാണിത്. ഫുൾ ആക്ഷൻ പടം. ചലച്ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. കാണാൻ താല്പര്യപ്പെടുന്നവർ അവിടെ നിന്നും കാണുമല്ലോ. നീണ്ട താരനിര തന്നെയായിരുന്നു ചിത്രത്തിനുണ്ടായിരുന്നത്. ദിലീഷ് പോത്തനും അനുരാഗ് കശ്യപും വിജയരാഘവനും വാണി വിശ്വനാഥും ഹനുമാൻ കൈൻഡും വിനീത് കുമാറും ദർശനയുമടക്കം വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിരുന്നു. വർഷങ്ങൾക്കിപ്പുറം വാണി വിശ്വനാഥ് അഭിനയിക്കുന്ന പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ചലച്ചിത്രം കൂടിയായിരുന്നു റൈഫിൾ ക്ലബ്. രസകരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് 1991 മാംഗ്ലൂർ നഗരത്തിലാണ്. അണ്ടർവേൾഡ് ഡോണായ ദയാനന്ദ് ഒരു പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടിയിൽ ദയാനന്ദിന്റെ മക്കളായ ബീരയും ബിച്ചുവും പങ്കെടുക്കുന്നുണ്ട്. ഗ്യാങ്സ്റ്റർ പാർട്ടിയാണല്ലോ. ആട്ടവും പാട്ടും മദ്യപാനവും ഒക്കെയുണ്ട്. പാർട്ടിയിൽ ഡാൻസ് ചെയ്യാനും കലാപരിപാടികൾ അവതരിപ്പിക്കാനും വേണ്ടിയായി അലി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു സംഘമെത്തിയിരുന്നു. ആ സംഘത്തിലെ പ്രധാന നർത്തകിയാണ് നാദിയ. ദയാനന്ദിന് ആയുധ കച്ചവടമടക്കം പല പരിപാടികളും ഉണ്ടായിരുന്നു. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങൾ വലിയ തുകയ്ക്ക് മറ്റുള്ളവർക്ക് വിൽക്കുന്ന തൊഴിലടക്കം അയാൾ ചെയ്തു പോന്നു. അന്ന് തന്റെ മകൻ ബിച്ചുവിന് പിറന്നാൾ സമ്മാനം എന്നവണ്ണം ഒരു ഫെരാരി കാറടക്കം ദയാനന്ദ് കൊടുക്കുന്നുണ്ടായിരുന്നു. വൈകാതെ പാർട്ടി നടന്നു. നാദിയയും മലയും ചേർന്ന് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചു. പാർട്ടിക്ക് ശേഷം നാദിയയും മലയും ഡ്രസ്സിംഗ് റൂമിൽ ഒന്നിച്ചു നിൽക്കുകയാണ്. ഇരുവർക്കുമിടയിൽ ചെറിയൊരു പ്രണയബന്ധമുണ്ടായിരുന്നു. അവർ സംസാരിച്ച അടുപ്പത്തിൽ പരസ്പരം ചുംബിക്കാൻ എന്നവണ്ണം നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ബിച്ചു പെട്ടെന്ന് കടന്നു ചെന്നു. നാദിയ ഗംഭീരമായി ഡാൻസ് ചെയ്തു എന്ന് പറഞ്ഞ ബിച്ചു നാദിയക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ബലൂൺ വീർപ്പിച്ചു കൊടുത്തു. അത് തന്റെ ശ്വാസമാണ്, അതാണ് നിനക്കുള്ള സമ്മാനം എന്നും ബിച്ചു പറയുന്നുണ്ട്. പിന്നാലെ ബിച്ചു തനിക്കൊരു കിസ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാൻ നാദിയയോട് ആവശ്യപ്പെട്ടു. അവൾക്കടുത്തേക്ക് അതിനായി നടന്നു ചെല്ലാനും തുടങ്ങി. ബിച്ചു മദ്യപിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. നാദിയയുടെ കാമുകനായ അലി ബിച്ചുവിനെ പറഞ്ഞ് മനസ്സിലാക്കാനും തടഞ്ഞു നിർത്താനും ശ്രമിച്ചെങ്കിലും ബിച്ചു അടങ്ങുന്നുണ്ടായിരുന്നില്ല. അതോടെ നാദിയക്കും അലിക്കും പ്രതികരിക്കേണ്ടി വന്നു. ഇരുവരും ചേർന്ന് ബിച്ചുവിനെയും ബിച്ചുവിന്റെ കൂടെയുണ്ടായിരുന്നവനെയും അടിച്ചിട്ടു. ബിച്ചുവിനെ അലി ചവിട്ടിയതും ഉയർന്ന നിലയിലുള്ള കെട്ടിടത്തിന്റെ ഗ്ലാസ് തകർന്ന് ബിച്ചു താഴേക്ക് പതിച്ചു. ബിച്ചു നേരെ പോയി വീണത് താഴെയുണ്ടായിരുന്ന വേസ്റ്റ് ബിന്നിലേക്കായിരുന്നു. പിന്നാലെ നാദിയയും അലിയും ആരുടെയും കണ്ണിൽപ്പെടാതെ അവിടെ നിന്ന് പുറത്തു ചാടി രക്ഷപ്പെട്ടു. താഴേക്ക് വീണ ബിച്ചുവിന്റെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. ദയാനന്ദ് ഉടനടി ബിച്ചുവിനെ ആശുപത്രിയിലേക്കാക്കി. കഥ അവിടെ നിന്നും കേരളത്തിലേക്ക് തിരിയുകയാണ്. ഷാജഹാൻ എന്ന സിനിമാ നടനെ നമ്മൾ പരിചയപ്പെടുന്നു. ഷാജഹാൻ അറിയപ്പെടുന്ന റൊമാന്റിക് ഹീറോ ആണ്. സ്ഥിരമായി റൊമാന്റിക് ചിത്രങ്ങൾ മാത്രം ചെയ്തിരുന്ന ഷാജഹാന് ഒരുപാട് ഗേൾസ് ഫാൻ അടക്കം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ തുടർന്നാൽ പറ്റില്ല, മാറിയൊരു ചലച്ചിത്രം ചെയ്യണം എന്ന് പറഞ്ഞ ഷാജഹാൻ ചലച്ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ കൂടിയായ രാപ്പാടി കൃഷ്ണൻ ഷാജഹാന്റെ ഒപ്പം കൂടിയിരുന്നു. വേട്ടമൃഗം എന്ന പ്രൊജക്റ്റുമായിട്ടാണ് ഷാജഹാൻ അടുക്കൽ അയാൾ എത്തിയത്. മൃഗയ്ക്ക് വേണ്ടി മമ്മൂട്ടി മെത്തേഡ് ആക്ടിംഗ് ഒക്കെ പരിശീലിച്ച് ഗുഹയിൽ പോയി പ്രാക്ടീസ് ചെയ്തിരുന്നു എന്ന കാര്യമൊക്കെ പറഞ്ഞ് ഷാജഹാനെയും അയാൾ കുറച്ച് പിരികേറ്റി. ഷാജഹാനോട് വേട്ടമൃഗത്തിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുവാനും മെത്തേഡ് ആക്ടിംഗ് പരിശീലിക്കാനും റൈഫിൾ ക്ലബിൽ പോകണം എന്നയാൾ ആവശ്യപ്പെടുകയാണ്. വയനാട്ടിലുള്ള റൈഫിൾ ക്ലബിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കിട്ടും എന്ന് രാപ്പാടിക്കറിയാമായിരുന്നു. ആ സമയം അങ്ങോട്ടേക്കൊരു കോളെത്തുകയാണ്. മാംഗ്ലൂരിൽ പ്രശ്നമുണ്ടാക്കി രക്ഷപ്പെട്ട അലിയായിരുന്നു ഫോൺ ചെയ്തത്. അലി ഷാജഹാന്റെ കസിനായിരുന്നു. പക്ഷേ ഷാജഹാനെ സംസാരിക്കാൻ ഫോൺ എടുത്ത് ഷാജഹാന്റെ മാനേജർ കൂടിയായ കസിൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഷാജഹാൻ ഇപ്പോൾ ഒരു സ്റ്റാർ ആണെന്നും അവന് പരിമിതികളുണ്ട് എന്നുമൊക്കെ കസിൻ പറഞ്ഞു. വൈകാതെ ഷാജഹാനും കൂട്ടരും വയനാട്ടിലെ റൈഫിൾ ക്ലബിലേക്ക് പുറപ്പെട്ടു. റൈഫിൾ ക്ലബ് പേര് പോലെ തന്നെ തോക്കുമായി ബന്ധപ്പെട്ട ക്ലബ്ബ് തന്നെ. ആയുധങ്ങൾ ഉപയോഗിക്കാൻ ബഹുക്കേമരായിരുന്നു ആ ക്ലബിലെ മെമ്പേഴ്സ് ഒക്കെയും. ക്ലബിനോട് ചേർന്ന് കാടാണ്. കാട്ടിൽ രാത്രി വേട്ടയ്ക്ക് പോകും. വേട്ടയാടി കിട്ടുന്ന മൃഗത്തെ കൃത്യമായി ക്ലബിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് തന്നെ പാചകം ചെയ്ത് ഏവരും കഴിക്കുകയും ചെയ്യും. വൈകാതെ ഷാജഹാനും രാപ്പാടിയും അടക്കം ക്ലബിലെത്തി. ഷാജഹാനെ സ്വാഗതം ചെയ്തത് ക്ലബിന്റെ സെക്രട്ടറിയായ അവറാനായിരുന്നു. അവറാൻ ക്ലബിനെ പറ്റിയും മറ്റു വിവരങ്ങളും ഷാജഹാന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്ലബ്ബ് സ്ഥാപിച്ചത് വേട്ടയോട് വലിയ താല്പര്യമുള്ള 3 പേർ ചേർന്നിട്ടായിരുന്നു. ലോനപ്പൻ, കൊച്ചൌസേബ്, സക്കറിയ എന്നായിരുന്നു അവരുടെ പേരുകൾ. ആ കൂട്ടത്തിൽ ലോനപ്പൻ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. മറ്റു 2 പേരും മരണപ്പെട്ടു. നാളുകൾക്കിപ്പുറം കുടുംബം വളർന്നും ക്ലബ് അംഗങ്ങൾ വർദ്ധിച്ചും ക്ലബ്ബ് മികച്ചൊരു ക്ലബ്ബായി മാറിയിരുന്നു. ഏവരും തമ്മിൽ അത്രമേൽ സൗഹൃദവും നിലനിൽക്കുന്നുണ്ട്. ക്ലബിലെ പലരും പരസ്പരം ബന്ധുക്കളുമാണ്. അവറാന്റെ ഭാര്യ സിസിലി
സിസിലിയും ക്ലബിലെ മെമ്പറാണ്. മറ്റ് 2 മെമ്പേഴ്സാണ് കോശിയും ജോഷിയും. ജോഷി പള്ളിയിലച്ചനാണ്, കോശി വക്കീലും. ക്ലബിന്റെ സ്ഥാപകരിൽ ഒരാളായ ലോനപ്പൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ആളിപ്പോൾ വീൽചെയറിലാണ്. ലോനപ്പന്റെ മകൾ ലോനപ്പന്റെ കൂടെ തന്നെയുണ്ട്. ക്ലബിലെ മെമ്പറുമാണ്. കുഞ്ഞുമോൾ എന്നാണ് അവളെ ഏവരും വിളിക്കുന്നത്. ഷാജഹാനും അവറാനും തമ്മിലുള്ള സംസാരം തുടർന്നു. വേട്ടമൃഗത്തിന്റെ കാര്യത്തിന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഷാജഹാൻ വേട്ടയ്ക്ക് തന്നെ പോകണം എന്നായിരുന്നു അവറാൻ പറഞ്ഞത്. ഷാജഹാന് തോക്കടക്കം അവറാൻ പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷേ തോക്ക് പിടിച്ച ശീലമില്ലാത്ത ഷാജഹാൻ അത് പിടിക്കുന്നു കണ്ടതും ചെറിയ തോതിൽ അവറാൻ ഷാജഹാനെ കളിയാക്കുന്നുമുണ്ട്. ക്ലബിന്റെ വോൾട്ടിലേക്കും ആർമറിയിലേക്കും അവറാൻ തന്നെ ഷാജഹാനെ കൂട്ടിക്കൊണ്ടുപോയി. ആർമറിയിൽ നിരവധി തോക്കുകളുണ്ടായിരുന്നു. വോൾട്ട് പക്ഷേ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. വോൾട്ടിനകത്ത് പുരാതന ആയുധങ്ങളും വലിയ വലിയ ആയുധങ്ങളും ഉണ്ടെന്ന് അവറാന്റെ സംസാരത്തിൽ നിന്ന് വ്യക്തമാവുന്നുണ്ടായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് ഗോഡ്ജോ എന്ന ക്ലബിലെ മറ്റൊരു മെമ്പർ കടന്നു വന്നു. ഗോഡ്ജോ അവറാനെ ചെറിയ തോതിൽ വാരുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഗോഡ്ജോ കുഞ്ഞുമോളിന്റെ ഭർത്താവാണ്. റൈഫിൾ ക്ലബിലെ മറ്റു ചില മെമ്പേഴ്സിനെ കൂടി നമ്മൾ പരിചയപ്പെടുന്നു. ഇട്ടിയാനം എന്നൊരു ലേഡി ഉണ്ടായിരുന്നു. ക്ലബിലെ ഏറ്റവും മികച്ച ഷൂട്ടർ അവരാണ്. ഫൗണ്ടേഴ്സിൽ ഒരാളായ കൊച്ചൌസേപ്പിന്റെ മകൾ. ഇട്ടിയാനത്തിന്റെ ഭർത്താവ് ഡോക്ടർ ലാസറും ക്ലബിലെ മെമ്പറായിരുന്നു. ഭർത്താവ് എന്ന് പറയുമ്പോൾ മുൻ ഭർത്താവാണ്. അവർ ഡിവോഴ്സ്ഡ് ആയിരുന്നു. ഓരോരുത്തരെയായി അവറാനിൽ നിന്ന് ഷാജഹാൻ പരിചയപ്പെട്ടു. അങ്ങനെ വൈകാതെ ഭക്ഷണ സമയമായി. വേട്ടയാടി പിടിച്ച പന്നിയായിരുന്നു അന്നത്തെ പ്രധാന വിഭവം. തീന്മേശയ്ക്ക് ചുറ്റിലുമായി ഏവരും നിരന്നിരുന്നു. തീന്മേശയിൽ വെച്ച് ഷാജഹാന്റെ സിനിമകളെപ്പറ്റിയും സിനിമയിലെ ചുംബന രംഗങ്ങളെപ്പറ്റിയുമൊക്കെ സംസാരം ഉണ്ടാവുന്നുണ്ട്. ഷാജഹാനെ ഏവരും ചേർന്നൊന്ന് വാരുകയും ചെറിയ കുശലം പറച്ചിലും കളിയാക്കലുകളും ഒക്കെ നിറഞ്ഞ് ഏവരും സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങോട്ടേക്കൊരു കാർ വന്ന് നിൽക്കുന്നത്. കാറിൽ നിന്നിറങ്ങി വന്നത് മാംഗ്ലൂരിൽ നിന്ന് രക്ഷപ്പെട്ട അലിയും ഗേൾഫ്രണ്ടുമായിരുന്നു. ഷാജഹാൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയായിരുന്നു അവർ അങ്ങോട്ടേക്ക് എത്തിയത്. അവർ റൈഫിൾ ക്ലബിലേക്ക് കയറി ചെന്നു. വൈകാതെ വേട്ടയ്ക്ക് പോവാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അവറാനായിരുന്നു ടീമിനെ ലീഡ് ചെയ്യുന്നത്. സിസിലിക്കും അവറാനും 2 വേട്ടനായ്ക്കളുണ്ട്. ഒരു നായയെ അവറാൻ കൂടെ കൂട്ടി. മറ്റൊരു നായ സിസിലിയുടെ അടുത്തായിരുന്നു. വേട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ് താൻ ഗർഭിണിയാണ് എന്നതിന്റെ സൂചന സിസിലി അവറാന് കൊടുക്കുന്നുണ്ട്. അവറാനേറെ സന്തോഷിച്ചു. ഇതേസമയം മറുവശത്ത് ഷാജഹാൻ അടുക്കൽ അലി നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയായിരുന്നു. അവൻ മരിച്ചോ ഇല്ലയോ എന്നറിയില്ല. എന്നാൽ പറഞ്ഞതും അവിടുണ്ടായിരുന്ന ഏവരും കുറച്ച് ഷോക്കാവുന്നുണ്ടായിരുന്നു. കാര്യം കുറച്ച് സീരിയസ് ആണ്. എന്തായാലും നിങ്ങൾ ഇവിടെ ഇരിക്കെ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ ഷാജഹാൻ അവരെ സമാധാനിപ്പിച്ചിരുത്തി. പിന്നാലെ ഷാജഹാനെ വേട്ടയ്ക്ക് വിളിക്കാൻ അവറാനും സിസിലിയും മുറിയിലേക്ക് വന്നിരുന്നു. അലിയെയും നാദിറയെയും അവിടെ കണ്ട് ഇതാരാണെന്ന് അവറാൻ തിരക്കി. ഇവൻ തന്റെ കസിനാണെന്നും ഒളിച്ചോടി വന്നതാണ് എന്നുമായിരുന്നു ഷാജഹാൻ പറഞ്ഞത്. കാര്യമായി മറ്റു വിശദീകരണമൊന്നും ഷാജഹാൻ നൽകുന്നുമില്ല. എത്ര നാളത്തെ പ്രണയമാണ് എന്ന് അവരോട് സിസിലി ചോദിക്കുമ്പോൾ 3 ദിവസത്തെ പ്രണയമെന്നായിരുന്നു അവരുടെ മറുപടി. അതേവരെയും ചെറുതായൊന്ന് ഷോക്കാക്കുന്നുണ്ട്. പക്ഷേ അവറാൻ അത് തമാശയായിട്ടെടുത്തു. തങ്ങളും ഇതുപോലെ മുമ്പ് ബാംഗ്ലൂരിൽ വെച്ച് കണ്ടുമുട്ടിയതാണെന്നും കണ്ടതിന്റെ 3-ാം നാള് ഈ റൈഫിൾ ക്ലബിൽ വെച്ചായിരുന്നു വിവാഹം എന്നും സിസിലി പറയുന്നുമുണ്ട്. ഇതേസമയം മറുവശത്ത് അവരെ ഫോളോ ചെയ്ത് ബിച്ചുവിന്റെ സഹോദരൻ ബീര അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവരെ കൊണ്ടുവന്നാക്കി തിരിച്ചുപോയ കാർ ബീരയുടെ കൺമുമ്പിൽ പെട്ടു. വൈകാതെ അവറാനും സംഘവും ഷാജഹാനെയും കൂട്ടി വേട്ടയ്ക്കായി പുറപ്പെടുകയാണ്. സിസിലി അവരെ യാത്രയാക്കി. ഇതേസമയം മറുവശത്ത് അലിയിൽ നിന്നും നാദിറയിൽ നിന്നുമായി ക്ലബിലെ പെണ്ണുങ്ങളൊക്കെ ചേർന്ന് വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. മാംഗ്ലൂരിൽ വെച്ച് നടന്ന കാര്യങ്ങളും മറ്റും അലി വിശദീകരിച്ചു പറഞ്ഞു. ഈ വിവരം തൽക്കാലം ഇവിടെ നിന്നാ മതി, പുറത്ത് പോവരുത് എന്നായിരുന്നു ഇട്ടിയാനം പറഞ്ഞത്. കുറച്ച് സമയം അങ്ങനെ കടന്നുപോയി. അലിയും നാദിറയും മുറിയിൽ തനിച്ചായിരുന്നു. അവർ സന്തോഷത്തോടെ സമയം ചെലവഴിച്ചു. ബാക്കിയുള്ളവർ പാർട്ടി ഹാളിലും. കുറച്ചു സമയം പിന്നിട്ടപ്പോ സിഗരറ്റ് വലിക്കാൻ ഇട്ടിയാനവും സൂസനും പുറത്തേക്കിറങ്ങി. അവർ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങോട്ടേക്കൊരു പയ്യൻ നടന്നു കയറി വരുന്നത് ഇട്ടിയാനം കാണുന്നത്. സൂസനും ഇട്ടിയാനവും മുന്നോട്ട് ചെന്ന് അവൻ ആരാണ് എന്താണെന്ന് തിരക്കി. അത് ബീരയായിരുന്നു. ഈ ക്ലബിന്റെ അധികാരപ്പെട്ട ആരെങ്കിലും ഇവിടുണ്ടോ എന്ന് ബീര ചോദിച്ചു. നീ പറഞ്ഞോടാ എന്നായിരുന്നു ഇട്ടിയാനത്തിന്റെ മറുപടി. ഇവിടെ ആണുങ്ങളാരുമില്ലേ എന്ന ബീരയുടെ ചോദ്യം ഇട്ടിയാനത്തിനത്ര സുഖിച്ചില്ല. ഡബിൾ മീനിങ്ങിൽ ഒരു ആക്ഷനും കാട്ടി നീ എന്നെ ആണായിട്ട് കരുതിക്കോടാ എന്ന് പറഞ്ഞ ഇട്ടിയാനം അവനോട് കാര്യം ചോദിക്കുകയാണ്. ബീരയ്ക്കത് വലിയ ഇൻസൾട്ടായി തോന്നിയിരുന്നു. ഒന്നും മിണ്ടാതെ ബീര അവിടെ നിന്ന് തിരികെ പോന്നു. പക്ഷെ വണ്ടി നമ്പർ കണ്ട് ഇട്ടിയാനത്തിന് അവർ മാംഗ്ലൂരിൽ നിന്നുള്ളവരാണ് എന്ന് മനസ്സിലായിരുന്നു. പുറത്തെത്തിയ ബീര തന്റെ അച്ഛൻ ദയാനന്ദിനെ ഫോൺ ചെയ്തു. ആ പയ്യനും പെണ്ണും അവിടെ തന്നെ ഉണ്ടെന്നാ തോന്നുന്നത്. പിന്നെ അവിടെ ഉള്ളത് കുറെ വയസ്സായ ആളുകളാണ്. അവർ തന്നെ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ ബീര ദയാനന്ദിനോട് പറഞ്ഞു. താൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ ദയാനന്ദ് ആവശ്യപ്പെട്ടെങ്കിലും ബീരയ്ക്ക് അപ്പോൾ തന്നെ അവിടെ കയറി ആക്രമിക്കണമെന്നായിരുന്നു. ദയാനന്ദ് ബീരയെ പരമാവധി പറഞ്ഞു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഒരാൾ കടന്നുവന്ന് ബിച്ചു മരണപ്പെട്ട കാര്യം പറയുന്നത്. ബീര അത് കേട്ടിരുന്നു. അതോടെ അടങ്ങി നിന്നിരുന്ന അവന്റെ കലി വീണ്ടും പുറത്തു ചാടി. തന്റെ കൂടെയുണ്ടായിരുന്ന ദയാനന്ദിന്റെ അനിയൻ ബീരയോട് അച്ഛൻ
അവൻ എന്തു പറഞ്ഞെന്ന് ചോദിച്ചു. എല്ലാവരെയും കൊന്നേക്കാനാ പറഞ്ഞത് എന്നായിരുന്നു തിരികെ ചെന്ന ബീര പറഞ്ഞത്. മറുവശത്ത് അവറാനും കൂട്ടരുമാകട്ടെ ഷാജഹാനുമായി വേട്ടയ്ക്കിറങ്ങിയിരിക്കുകയായിരുന്നു. കാട്ടുപന്നിയെ ഉന്നം വെച്ച് എങ്ങനെ വേട്ടയാടണം എന്നവറാൻ ഷാജഹാന് ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു. കൃത്യമായ നിർദ്ദേശങ്ങളിലൂടെ ഷാജഹാനോട് വെടിയുതിർക്കാൻ അവറാൻ ആവശ്യപ്പെട്ടു. അല്പം ശ്രമപ്പെട്ടിട്ടാണെങ്കിലും ഷാജഹാൻ വെടിയുതിർത്തു. പക്ഷേ ഉന്നം മിസ്സായിരുന്നു. താഴെ വീണ പന്നി ശക്തിയാർജിച്ച് ഉയർത്തെഴുന്നേറ്റ് അവർക്കെതിരെ പാഞ്ഞെടുക്കാൻ ആരംഭിച്ചു. പന്നിയെ ആക്രമിക്കുന്നതിനു മുമ്പ് അവറാൻ തന്റെ തോക്കെടുത്ത് പന്നിയെ വകവരുത്തിയിരുന്നു. പിന്നാലെ അവറാൻ ഷാജഹാനെ പ്രശംസിച്ചു. സാധാരണ നടന്മാരെയൊന്നും എനിക്കത്ര കാര്യമൊന്നുമല്ല, ഒക്കെ പേടിച്ചു തൂറികളാ. പക്ഷെ കാട്ടുപന്നിയെതിരെ വന്നിട്ടും ഷാജഹാനൊന്നും അനങ്ങിയതുപോലുമില്ലല്ലോ. നിങ്ങൾ ധൈര്യവാനാണ് എന്നായിരുന്നു അവറാന്റെ പക്ഷം. ഇതേ സമയം മറുവശത്ത് ക്ലബിൽ ആക്രമണം നടത്താൻ ബീരയും സംഘവും ആയുധങ്ങളുമേന്തി റൈഫിൾ ക്ലബിലേക്ക് എത്തിയിരുന്നു. അവർ ക്ലബിനകത്തേക്ക് കടന്നു കയറി. ഗെയിമുകളിലും ആഘോഷങ്ങളിലുമായിരുന്ന ഏവരുടെയും ഇടയിലേക്കായിരുന്നു അവർ ആയുധങ്ങളേന്തി കടന്നു ചെന്നത്. അവിടുണ്ടായിരുന്ന ഇട്ടിയാനത്തെ കണ്ടെത്തി ഇട്ടിയാനത്തിന് നേരെ അവർ തോക്കു ചൂണ്ടി. പക്ഷേ അവിടുള്ള ആരും തന്നെ അതൊന്നും കണ്ട് ഭയപ്പെടുകയോ പേടിക്കുകയോ അലറി വിളിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവരെ ഭയപ്പെടുത്താൻ ചുറ്റുമുള്ള വസ്തുക്കളിലേക്ക് അവർ ബുള്ളറ്റ് പായിച്ചു. എന്നിട്ടും അവിടുള്ളവർക്കാർക്കും ഒരു കൂസലുമുണ്ടായിരുന്നില്ല. കൊല്ലക്കൊടിയിൽ സൂചി വിക്കുന്നോടാ എന്നൊരു ഭാവമായിരുന്നു ഏവർക്കും. അത് കണ്ടതും ബീരയും കൂട്ടരും ചെറുതായൊന്ന് ഭയപ്പെടുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ നിന്ന് ആ സമയത്ത് ബീരയുടെയും കൂട്ടരുടെയും ദേഹത്തേക്ക് ബുള്ളറ്റുകൾ പാഞ്ഞുകയറുകയാണ്. ഇട്ടിയാനവും അവിടുള്ള മറ്റു ചിലരും ചേർന്നിട്ടായിരുന്നു വെടിയുണ്ടകൾ അവരുടെ ദേഹത്തേക്ക് പായിച്ചത്. കാലുകളിലും മറ്റുമായിട്ടായിരുന്നു വെടിയുണ്ടകൾ ഏറ്റത്. അവർക്കെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പേ വെടിയുണ്ടയേറ്റ് ഏവരും താഴെ വീണിരുന്നു. ചെറിയ വെടിയേറ്റെങ്കിലും ബീരയുടെ കൂടെ ഉണ്ടായിരുന്ന ദയാനന്ദിന്റെ സഹോദരൻ ഒരു തരത്തിൽ ക്ലബിൽ നിന്ന് പുറത്തു ചാടി രക്ഷപ്പെടുന്നുണ്ട്. ബീരയുടെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ തോക്കെടുത്ത് ലോനപ്പൻ പരിശോധിച്ചു. ലോനപ്പൻ പറഞ്ഞു, ഇത് .22 ആണ്. അപ്പോൾ .32 വരാനുണ്ട്. അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കണം. അവറാന വിളിക്ക്, ലോനപ്പൻ പറഞ്ഞു. പിന്നാലെ ഗോഡ്ജോ പോയി ഒരു ഫ്ലെയർ ഗൺ ഉപയോഗിച്ച് ആകാശത്തേക്ക് വെടിയുതിർത്തു. മറുവശത്ത് പന്നിയെ കൊന്ന് കെട്ടുകയായിരുന്ന അവറാനും സംഘവും ഫ്ലെയർ ഗൺ സൂചന കാണുന്നുണ്ട്. പക്ഷേ അത് ലോനച്ചൻ വെറുതെ ചെയ്യുന്നതാവും എന്ന ഭാവമായിരുന്നു അവറാന്. ആൾക്ക് കള്ള് തലക്കി പിടിച്ചിരിക്കും എന്നൊക്കെ അഭിപ്രായവും വരുന്നുണ്ട്. എന്തായാലും വേട്ട തുടരാൻ അവറാൻ തീരുമാനിച്ചിരുന്നു. അവർ മുമ്പോട്ട് പോകുമ്പോ പെട്ടെന്ന് അവിടെ ഒരു കടുവയുടെ ശബ്ദം കേട്ടു. അവറാനും മറ്റുള്ളവരും അലേർട്ടായി. നാലു ഭാഗത്തേക്കും തോക്ക് ചൂണ്ടി നിൽക്കാൻ തുടങ്ങി. ഷാജഹാനെയും അസിസ്റ്റന്റിനെയും പ്രൊട്ടക്ട് ചെയ്ത് നടക്കു നിർത്തിയിരുന്നു. ഷാജഹാന് കാര്യം മനസ്സിലായില്ല. കാര്യം ചോദിച്ചപ്പോ കടുവ ഇറങ്ങിയിട്ടുണ്ട് എന്ന കാര്യം അവറാൻ വെളിപ്പെടുത്തി. കടുവയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് വരാതെ അവരെ നോക്കിക്കൊണ്ട് തന്നെ അവരോട് ചേർന്ന ഭാഗത്തുണ്ടായിരുന്നു. ഇതേ സമയം മറുവശത്ത് ബീരയെ അന്വേഷിച്ച് ദയാനന്ദ് എത്തിച്ചേർന്നിരുന്നു. വഴിയിൽ കാത്തുനിന്നിരുന്ന തന്റെ അനിയനെ ദയാനന്ദ് കണ്ടു. ദയാനന്ദിനടുക്കൽ റൈഫിൾ ക്ലബിൽ നടന്ന കാര്യങ്ങൾ സഹോദരൻ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അത് കേട്ടതും ദയാനന്ദ് താഴെ മണ്ണിലിരുന്നു പോയി. പിന്നെ വൈകിയില്ല. ദയാനന്ദ് എഴുന്നേറ്റ് തന്റെ ഷർട്ടും പാന്റുമെല്ലാം ഊരിക്കളഞ്ഞ് നേരെ ക്ലബിലേക്ക് നടന്നു. ഇതേ സമയം ക്ലബിനകത്ത് വെടിയേറ്റ് മയങ്ങിക്കിടന്നിരുന്ന ബീരയ്ക്ക് ഡോക്ടർ ലാസർ ചികിത്സ കൊടുക്കുകയായിരുന്നു. ഉള്ളിൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുള്ള ബീരയ്ക്ക് സ്റ്റിച്ച് തുന്നി അല്പം റെസ്റ്റ് കൊടുത്ത് അവനെ സുഖപ്പെടുത്താൻ ലാസർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തുന്നിക്കെട്ടിനിടയിൽ ബീര പെട്ടെന്ന് ഞെട്ടിയുണർന്നു. അവരെയൊക്കെ കണ്ട് ഭയന്ന ബീര അവിടുണ്ടായിരുന്ന ഒരു ആയുധവും എടുത്ത് അത് ചൂണ്ടി അവരെയും ഭീഷണിപ്പെടുത്തി വല്ലാതെ ഭയന്ന് ഒരു ടേബിളിനടിയിലേക്ക് പതുങ്ങിക്കൂടുകയാണ്. അങ്ങനൊന്നും ചെയ്യരുതെന്നും സ്റ്റിച്ച് പൊട്ടുമെന്നും ഇന്റേണൽ ബ്ലീഡിംഗ് ഉള്ളതാണ്, കാർഡിയാക് അറസ്റ്റ് വരും എന്നുമൊക്കെ ലാസർ പറയുന്നുണ്ടെങ്കിലും ബീര അതൊന്നും ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയമായിരുന്നു മുൻവശത്തൂടെ ദയാനന്ദ് കയറി വരുന്നത്. കൈയുയർത്തി സറണ്ടർ ചെയ്ത പോലെ വന്ന ദയാനന്ദ് തന്റെ കയ്യിൽ ആയുധമൊന്നുമില്ലെന്ന് അറിയിക്കുകയും താൻ പ്രശ്നത്തിന് വന്നതല്ലെന്ന് പറയുകയും തന്റെ മകനെവിടെ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. ഈ സമയം ഉള്ളിൽ നിന്ന് ബീരയുടെ കരച്ചിൽ അയാൾ കേൾക്കുന്നുണ്ടായിരുന്നു. വേദനയെടുത്ത് ബീര കരഞ്ഞതായിരുന്നു അത്. ദയാനന്ദ് വന്നതിന്റെ സൂചന കിട്ടിയ ബീര അകത്തുനിന്ന് പുറത്തേക്ക് വന്നു. പരിക്കുകളേറ്റു വന്ന മകനെ കണ്ട് ദയാനന്ദിന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. പേടിച്ചിരുന്ന മകനെ ദയാനന്ദ് ആശ്വസിപ്പിച്ചു. പിന്നാലെ അവനെയും കൂട്ടി അവിടെ നിന്നിറങ്ങി. ഇത് ചെറിയൊരു സ്ക്രാച്ച് അല്ലേ, അത് ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞായിരുന്നു ബീരയെ ദയാനന്ദ് കൂട്ടിക്കൊണ്ടുപോയത്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നേവർക്കും മനസ്സിലായിരുന്നു. അവറാനെ വിവരമറിയിക്കാൻ സിസിലി തന്റെ വളർത്തുനായയെ കൂടി കാടിനകത്തേക്ക് പറഞ്ഞയച്ചു. അവറാനും സംഘവും കാടിന് നടുവിൽ കടുവയെ പ്രതീക്ഷിച്ച് തോക്കു ചൂണ്ടി അനങ്ങാതെ നിൽക്കുകയായിരുന്നല്ലോ. അങ്ങോട്ടേക്കായിരുന്നു സിസിലി വിട്ട നായ ഓടിയെത്തിയത്. അവിടെ ഉണ്ടായിരുന്ന കടുവ ആ നായയെ കടന്നാക്രമിച്ചു. അതിനെ കൊന്ന് അതിന്റെ തല അറ്റെറിഞ്ഞു. അവറാൻ അത് കണ്ട് ദുഃഖം തോന്നിയിരുന്നു. സിസിലി സ്നേഹത്തോട് വളർത്തിയിരുന്ന നായകളിൽ ഒന്നാണ് അങ്ങനെ കൊല്ലപ്പെട്ടത്. നായയെ കൊന്ന് കിട്ടിയതും കടുവ അതുമായി പോയി. നായയുടെ വീണ തലയ്ക്കടുത്തേക്ക് അവറാൻ ചെന്നു നോക്കി. അതിന്റെ കഴുത്തിലെ ബെൽറ്റിൽ ഒരു കുറിപ്പ് കണ്ടു. അവറാൻ അതെടുത്ത് തുറന്നു വായിച്ചു. ക്ലബ് അണ്ടർ അറ്റാക്ക് എന്നായിരുന്നു സിസിലി എഴുതിയിരുന്നത്. ക്ലബ് അപകടത്തിലാണ്
ക്ലബിലാണ് എന്ന് കണ്ടതും അവറാനും സംഘവും ഉടനടി ക്ലബിലേക്ക് തിരികെ പോവുകയാണ്. അപ്പോഴേക്കും സമയം പുലർച്ചെയായി കഴിഞ്ഞിരുന്നു. ബീരയുമായി പോയ ദയാനന്ദ് യാത്രാമധ്യേ ബീര മരണപ്പെട്ടത് കണ്ട് വല്ലാതെ ദുഃഖിച്ചിരുന്നു. തന്റെ മകന്റെ ഓർമ്മയ്ക്കെന്ന വണ്ണം മകനിട്ടിരുന്ന ജാക്കറ്റ് ഊരി അയാൾ ധരിച്ചു. മകന്റെ മൃതദേഹം കൊക്കയിലേക്ക് വലിച്ചെറിയിപ്പിച്ചു. തന്റെ രണ്ടു മക്കളെയും നഷ്ടപ്പെട്ടതും ദയാനന്ദ് വല്ലാത്തൊരവസ്ഥയിലെത്തിയിരുന്നു. ഭ്രാന്തമായ ചിന്താഗതി അയാളുടെ ഉള്ളിൽ നിറഞ്ഞു. റൈഫിൾ ക്ലബ്ബ് തകർക്കണം, ഏവരെയും കൊല്ലണം എന്നൊരു വെറി അയാളുടെ ഉള്ളിൽ ഉടലെടുത്തു. അതിനായി അയാൾ പുറപ്പെടാൻ തുടങ്ങി. ഇതേ സമയം മറുവശത്ത് റൈഫിൾ ക്ലബ്ബിൽ ആസന്നമായിരിക്കുന്ന ആക്രമണത്തെപ്പറ്റി അവിടെ ഉണ്ടായിരുന്നവർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. കുട്ടികളെയും എതിരിടാൻ തയ്യാറല്ലാത്ത, അതിന് കഴിവില്ലാത്തവരെയും അവർ ഉടനടി അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. കോശിയായിരുന്നു വണ്ടിയിൽ അവരെ കൂട്ടിക്കൊണ്ടുപോയത്. വണ്ടിയിൽ സേഫായി അവരെ വീട്ടിലെത്തിക്കേണ്ടത് കോശിയുടെ ഉത്തരവാദിത്തമായിരുന്നു. അവർ യാത്ര ചെയ്യുന്ന വഴിയിൽ ദയാനന്ദിന്റെ വാഹനം എതിരെ വന്നു. കോശി ഒരു നിമിഷം മടിച്ചു നിന്നെങ്കിലും പിന്നെ ഒട്ടും വൈകിയില്ല. തോക്കെടുത്ത് കയ്യിൽ പിടിച്ച് വണ്ടി മുന്നോട്ട് വായിച്ചു. ദയാനന്ദും തങ്ങളുടെ വാഹനം എതിരെ പായിച്ചിരുന്നു. അടുത്തടുത്തെത്തിയതും ദയാനന്ദ് വണ്ടിക്കെതിരെ ഷൂട്ട് ചെയ്തു. എന്നിരുന്നാലും കോശി വിദഗ്ധമായി അതിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തി. വൈകാതെ ദയാനന്ദിന്റെ സംഘാംഗങ്ങൾ ക്ലബിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ആധുനിക ആയുധങ്ങളും എടുത്ത് ക്ലബിന്റെ പരിസരത്തേക്ക് കയറി ചെന്ന അവർ വെടിയുതിർക്കാൻ ആരംഭിച്ചു. ക്ലബിലുള്ളവരും തിരികെ വെടിയുതിർക്കൽ ആരംഭിച്ചിരുന്നു. ശക്തമായ പോരാട്ടമായിരുന്നു നടന്നത്. പക്ഷേ ദയാനന്ദിന്റെ ആളുടെ പക്കൽ സ്നൈപ്പർ ഉണ്ടായിരുന്നു. സ്നൈപ്പർ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ആദ്യം ക്ലബിലെ ഒരാൾ വെടിയേറ്റു വീണു. അതോടെ ഗോഡ്ജോ ലോനപ്പൻ അടുത്തു ചെന്ന് ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ലോനപ്പൻ അപ്പോഴും പുഞ്ചിരിക്കുകയായിരുന്നു. ചിരിയൊക്കെ മാറിക്കോളും എന്നും ഗൗരവത്തിൽ ഗോഡ്ജോ ലോനപ്പനോട് പറയുന്നുമുണ്ട്. അവർക്കെതിരെ പിടിച്ചു നിൽക്കാൻ വോൾട്ട് തുറന്ന് അവരുടെ പക്കലുള്ള കൂടിയായുധങ്ങൾ പുറത്തെടുക്കണം എന്നേവരും ലോനപ്പനോട് പറയാൻ തുടങ്ങി. പക്ഷേ ലോനപ്പൻ പറഞ്ഞു, തുറക്കുന്ന കാര്യമൊക്കെ ഓക്കെ, പക്ഷേ തുറക്കണമെങ്കിൽ അവറാൻ വരണം. താക്കോൽ അവറാന്റെ കയ്യിലാണ്. തൽക്കാലം തോട്ടയെടുത്ത് അവർക്കെതിരെ എറിയുവാൻ ലോനപ്പൻ തന്റെ കൂട്ടുകാരൻ കൂടിയായ ക്ലബിലെ മെമ്പറിനോട് പറഞ്ഞു. ക്ലബിലെ കുക്കായ ആവല്യപ്പൻ തോട്ടയുമെടുത്ത് സ്നൈപ്പറിനെതിരെ എറിയാൻ പോവുകയാണ്. പക്ഷേ തോട്ട എറിഞ്ഞപ്പോഴേക്കും സ്നൈപ്പർ അത് അവിടെ വെച്ച് വെടിവെച്ച് പൊട്ടിച്ചു. തോട്ട പൊട്ടി ബിൽഡിങ്ങിന്റെ ഒരു ഭാഗമടക്കം തകർന്നിരുന്നു. വല്യപ്പനും വലിയ തോതിൽ പരിക്കേറ്റു. പരിക്കേറ്റ അയാളെ കൊണ്ടുകിടത്തി. അയാൾ പറഞ്ഞത് ഒറ്റൊരുത്തനെ വെച്ചേക്കരുത്, വോൾട്ട് തുറക്കടാ മക്കളെ എന്ന മട്ടിലായിരുന്നു. ഗോഡ്ജെ പിന്നെ മടിച്ചില്ല. ഗ്യാസ് കുറ്റിയെടുത്ത് വോൾട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുചെന്നിട്ട് അത് വെടിയുതിർത്ത് തകർത്തു. വോൾട്ടിന്റെ ഡോർ തുറന്നു. ഡോർ തുറന്ന് അകത്ത് കടന്നപ്പോഴാകട്ടെ അവിടെ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഗോഡ്ജോ നേരെ ലോനപ്പനെതിരെ ചെന്ന് തോക്ക് ചൂണ്ടി ആയുധങ്ങൾ എവിടെയെന്ന് തിരക്കി. എല്ലാവരും അത് കണ്ട് ഞെട്ടിയിരുന്നു. അച്ഛനെതിരെ തോക്ക് ചൂണ്ടലടാ എന്നൊക്കെ ഏവരും പറഞ്ഞെങ്കിലും ഗോഡ്ജോ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ലോനപ്പൻ പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മാറ്റിയിരിക്കുകയാണ്. അവറാനും ലോനപ്പനും ചേർന്നായിരുന്നു അത് ചെയ്തത്. പുരാവസ്തു വകുപ്പ് എപ്പോ വേണമെങ്കിലും ചെക്കപ്പ് നടത്താം. വർഷങ്ങളായി കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയതാണ്. അതൊന്നും പുരാവസ്തു വകുപ്പിന് കൊടുക്കാൻ അവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു അത്തരത്തിൽ അവിടെ നിന്നും അതൊക്കെ വീട്ടിലേക്ക് മാറ്റിയത്. ആയുധങ്ങളുടെ കാര്യത്തിൽ സമാധാനമായെങ്കിലും അതൊന്നുമില്ലാതെ എങ്ങനെ ഇവർക്കെതിരെ ആധുനികായുധങ്ങളുമായി പോരടിക്കുന്ന ദയാനന്ദിനും സംഘത്തിനുമെതിരെ പിടിച്ചു നിൽക്കും എന്നാർക്കും ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഏവരും ടെൻഷനിലായിരിക്കെ ആ സമയം അങ്ങോട്ടേക്ക് മൃഗങ്ങളെ കൊണ്ടുവരുന്ന റോപ്പിൽ അലാറം മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങി. അവറാനും സംഘവും അതിൽ തൂങ്ങി എത്തിയതായിരുന്നു. പുറത്തുണ്ടായിരുന്ന ദയാനന്ദിന്റെ ആളുകളെയും സ്നൈപ്പറേയും അടക്കം അവർ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. ഇതേ സമയം മറുവശത്ത് ബാക്കിയുള്ളവരെ വിളിച്ച് ദയാനന്ദ് അടുത്ത പ്ലാൻ നടത്തുകയായിരുന്നു. ദയാനന്ദ് ആക്രമിക്കാൻ തയ്യാറെടുന്ന് കണ്ടതും സഹോദരൻ ദയാനന്ദിനെ തടഞ്ഞു. അവിടെയുള്ളവരൊക്കെ ഷാർപ്പ് ഷൂട്ടേഴ്സ് ആണ്. നമ്മുടെ കൂടെയുള്ളവരൊന്നും അത്രമേൽ ഷാർപ്പ് ഷൂട്ടർമാരല്ല. കുറച്ചുപേരെ അത്തരത്തിലുള്ളൂ. അതുകൊണ്ട് ആലോചിച്ചിട്ട് ചെയ്താൽ മതി. ദയാനന്ദ് പക്ഷേ ചെവി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. മറുവശത്ത് ക്ലബിനകത്തും ചർച്ച കൊഴുക്കുകയായിരുന്നു. അവരുടെ പക്കലും കൂടുതൽ ബുള്ളറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി ആകെയുള്ളതിനി 45 ബുള്ളറ്റുകൾ മാത്രമാണ്. അതുപയോഗിച്ച് വേണം ദയാനന്ദിനെയും സംഘത്തെയും വകവരുത്താൻ. ഏകദേശം 13 പേർ ബാക്കിയുണ്ടാകും. പക്ഷേ ലോനപ്പൻ ഏവർക്കും ധൈര്യം പകർന്നു. ഇവിടുള്ളവരൊക്കെ ഷാർപ്പ് ഷൂട്ടർമാരാണ് എന്നാണല്ലോ പറയുന്നത്. ഒരാൾക്ക് 3 ബുള്ളറ്റ് എന്ന രീതിയിൽ കണക്കുകൂട്ടിയാൽ 6 ബുള്ളറ്റ് ബാക്കിയുണ്ടാവണം. ലോനപ്പന്റെ വാക്കുകൾ ഏവർക്കും പ്രതീക്ഷ പകരുന്നതായിരുന്നു. കൃത്യമായി പ്ലാൻ ചെയ്ത് ദയാനന്ദിനും സംഘത്തിനുമെതിരെ പോരടിക്കാൻ അവർ തയ്യാറായി നിന്നു. ദയാനന്ദ് തന്റെ ആളുകളെ ബൈക്കിൽ ആക്രമിക്കാനായി പറഞ്ഞുവിടാൻ തുടങ്ങി. ഒളിച്ചിരുന്ന് അവരെ വെടിവെച്ച് വീഴ്ത്താൻ ക്ലബിലെ മെമ്പേഴ്സും തയ്യാറെടുത്തു നിന്നു. മറുവശത്ത് ഷാജഹാനും അലിയും
അലിയും നാദിറയും അടക്കം ഭയന്നൊരു മുറിയിലിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നടന്നത് ഷൂട്ടൌട്ടും ഏറ്റുമുട്ടലുകളുമായിരുന്നു. ഷാജഹാന്റെ മുറിയിലേക്ക് വരെ രണ്ടാളുകൾ കടന്നു കയറി. ഷാജഹാനും അലിയും ചേർന്ന് അവരെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. ഒടുവിൽ ക്ലബിലേക്ക് ദയാനന്ദും സംഘവും കൂടി വന്നു കയറുകയാണ്. വന്നപാടെ ദയാനന്ദ് ക്ലബിന്റെ പേരിലും ഫൗണ്ടേഴ്സിന്റെ ഫോട്ടോയിലുമായി മൂത്രമൊഴിക്കുന്നുണ്ടായിരുന്നു. മറിഞ്ഞു നിന്ന് പോരടിക്കാൻ ദയാനന്ദും മറുവശത്തെ ക്ലബിലെ മെമ്പേഴ്സും തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. ദയാനന്ദ് വിളിച്ച് ക്ലബിലെ പ്രധാനി ആരാണ് എന്ന് ചോദിച്ചു. അവരാൻ താൻ സെക്രട്ടറിയാണെന്നും പറഞ്ഞോളാനും പറഞ്ഞു. ദയാനന്ദ് തന്റെ കയ്യിലെ ഗണ്ണുകളെ പറ്റിയുമൊക്കെ വലിയ രീതിയിൽ പൊക്കിയടിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവരാൻ ഒരു കൂസലുമില്ലാതെ ദയാനന്ദിനെ പുച്ഛിച്ചു തള്ളി. രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ഇപ്പൊ പൊക്കോളൂ, അല്ലെങ്കിൽ കൊന്നു തള്ളുമെന്നും അവരാൻ പറഞ്ഞിരുന്നു. വീണ്ടും ഷൂട്ടൌട്ടുകൾ അരങ്ങേറി. ദയാനന്ദിന്റെ കൂടെയുള്ള ഏവരും കൊല്ലപ്പെട്ടു. അവശേഷിച്ചത് ദയാനന്ദ് മാത്രമായിരുന്നു. ഒറ്റക്കായെന്നറിഞ്ഞതും ദയാനന്ദ് അടുത്ത നമ്പർ ഇറക്കാൻ തുടങ്ങി. ഒരു മെക്സിക്കൻ സ്റ്റാൻഡ് ഓഫിന് ദയാനന്ദ് അവറാനെ ക്ഷണിച്ചു. അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പോരാട്ടം. എതിരെ ഒറ്റയ്ക്ക് വന്നു നിൽക്കും, അനങ്ങിയാൽ അപ്പോൾ വെടിയുതിർക്കും. അതായിരുന്നു മെക്സിക്കൻ സ്റ്റാൻഡ് ഓഫ്. മെക്സിക്കൻ സ്റ്റാൻഡ് ഓഫിന് തയ്യാറെടുത്ത് തോക്ക് ചൂണ്ടി ദയാനന്ദ് അകത്തേക്ക് തിരിഞ്ഞു കയറിയതും കണ്ടത് റൈഫിൾ ക്ലബിലെ മെമ്പേഴ്സ് അത്രയും ദയാനന്ദിനെതിരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നതായിരുന്നു. ഏവരും മെക്സിക്കൻ സ്റ്റാൻഡ് ഓഫിൽ പങ്കെടുക്കുന്നു. അത് കണ്ടതും ദയാനന്ദ് ഒന്ന് ഭയന്നിരുന്നു. ദയാനന്ദ് വന്നെതിരെ നിന്നു. ഒരു ഘട്ടത്തിൽ ദയാനന്ദ് ഗണ്ണിന്റെ ട്രിഗറിലേക്ക് കയ്യമർത്താനായി കൊണ്ടുപോകുന്ന കണ്ടതും അവറാൻ ആദ്യത്തെ വെടിയുതിർത്തു. പിന്നെ ചറപറ വെടിയുണ്ടകൾ ദയാനന്ദിന്റെ ദേഹം തുളച്ചു കയറി. ദയാനന്ദ് അങ്ങനെ കൊല്ലപ്പെടുകയാണ്. നല്ലൊരു മനുഷ്യവേട്ടയ്ക്കായി കൊതിച്ചിരുന്ന റൈഫിൾ ക്ലബിലെ മെമ്പേഴ്സിന് കിട്ടിയ ട്രീറ്റായിരുന്നു ദയാനന്ദും സംഘവും. ഏവരെയും അവർ ആസ്വദിച്ച് വകവരുത്തുകയും ചെയ്തു. ഒടുവിൽ ബാക്കിയായ ബുള്ളറ്റുകളുടെ കണക്ക് ലോനപ്പൻ എടുത്തു. 6 ബുള്ളറ്റ് ലോനപ്പൻ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുണ്ടായിരുന്നു. ആ ദൃശ്യത്തോടെ റൈഫിൾ ക്ലബ് എന്ന ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.